ലോകത്തിലെല്ലായിടത്തും ഗ്ലോബൽ ഓങ്കോളജി സമ്മിറ്റ്, ഇൻ്റർനാഷണൽ ഓങ്കോളജി സമ്മിറ്റ് നടക്കാറുണ്ട്. എന്നാൽ പ്രിവെൻറ്റീവ് ഓങ്കോളജി സമ്മിറ്റ് ആദ്യമായിട്ട് നടപ്പിലാക്കിയ സ്വസ്തി ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിലാണ്. അതിൻ്റെ 2 പ്രാവശ്യം ഇൻ്റർനാഷണൽ പ്രിവെൻറ്റീവ് ഓങ്കോളജി സമ്മിറ്റ് നടന്നില്ല, 2 പ്രാവശ്യം. മൂന്നാമത് നമ്മൾ ഇന്ത്യൻ റേഡിയോളജി ആൻഡ് ഇമേജ് അസോസിയേഷൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയുണ്ട്. നമ്മളെല്ലാ അസോസിയേഷനും എല്ലാവരുമായിട്ട് ചേർന്നിട്ട് ഈ ജാനുവരി 16, 17, 18 നമ്മൾ ഗ്ലോബൽ പ്രിവെൻറ്റീവ് ഓങ്കോളജി സമ്മിറ്റ് നമ്മൾ വളരെ റിസ്ക് എടുത്ത് നമ്മൾ നടത്തുകയുണ്ടായി. അതിൻ്റെ ഔട്ട്കം എന്താണെന്നുള്ളത് ഡോക്ടർ റിജോ പറയുമെന്ന് പറഞ്ഞു. ക്യാൻസർ എന്നൊരു വലിയ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാരണം ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ക്യാൻസറിനെ പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിലൂടെ പ്രതിരോധം എങ്ങനെ തീർക്കാം എന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊഫഷണൽ സംഘടനകളും മാത്രമല്ല രാഷ്ട്രീയ ഉദ്യോഗസ്ഥ നേതൃത്വങ്ങൾ, സമൂഹത്തിലെ മറ്റ് വ്യക്തികൾ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഗ്ലോബൽ പ്രിവെൻറ്റീവ് ഓങ്കോ സമ്മിറ്റ് എന്ന ആശയം വന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച വ്യക്തിയാണ് എ.വി. ജോർജ്. അപ്പോൾ ഈ ഒരു ആശയത്തിലേക്ക് നമ്മൾ കഴിഞ്ഞ 2 വർഷം മുമ്പ് നടന്ന ഇൻ്റർനാഷണൽ പ്രിവെൻറ്റീവ് ഓങ്കോ സമ്മിറ്റും കേരള ക്യാൻസർ ക്രൂസൈഡ് എന്ന രീതിയിൽ ഒരു 2 കോൺഫറൻസുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെയും ഒരേ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരിക ഇതൊരു മെഡിക്കൽ സ്പെഷ്യാലിറ്റീസ് മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമല്ല ഇന്ന് ക്യാൻസർ. അതാണ് ആദ്യത്തെ ഒരു സന്ദേശം ഈ ഗ്ലോബൽ പ്രിവെൻറ്റീവ് ഓങ്കോ സമ്മിറ്റിന് കൊടുക്കാനുണ്ടായിരുന്നത്. ഒരു ഓങ്കോളജിസ്റ്റോ ഓങ്കോ സർജനോ റേഡിയോളജിസ്റ്റോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അവർക്ക് മാത്രം കണ്ടെയ്ൻ ചെയ്യാവുന്ന ഒരു കാര്യമല്ല ക്യാൻസർ പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നുള്ളത്. അതിൽ രാഷ്ട്രീയക്കാർ, ഉദ്യോഗസ്ഥർ, സാമൂഹിക പ്രവർത്തകർ, NGOs തുടങ്ങി ബിസിനസ് രംഗത്തുള്ളവരും, കാരണം ഇത് സമൂഹത്തിനെ ആകെ കാര്യമായ രീതിയിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു കാഴ്ചപ്പാടിലൂടെയാണ് സ്വസ്തി ഫൗണ്ടേഷൻ അതിലേക്ക് വന്നതും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഒരേ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് അവരുടേതായ രീതികളിലും കൂട്ടായും ഉള്ള പ്രവർത്തനങ്ങളിലൂടെ ക്യാൻസർ പ്രതിരോധത്തിനുള്ള ഒരു സ്ക്രീനിങ് നെറ്റ്വർക്ക് എല്ലാ ജില്ലകളിലും എല്ലാ സംസ്ഥാനങ്ങളിലും എങ്ങനെ സ്ഥാപിക്കാം, അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ അവരനുവർത്തിച്ചു പോരുന്ന ക്യാൻസർ പ്രതിരോധത്തിനുള്ള നയങ്ങളും കാര്യങ്ങൾ എന്താണെന്ന് അറിയാനും അത് പകർത്താനും പറ്റുമോ, അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള ഡിസ്കഷൻസാണ് ഇതിൽ നടന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇവിടെ അനേകം പ്രോജക്റ്റുകൾ, ക്യാൻസർ പ്രതിരോധത്തിനുള്ള അനേകം പ്രോജക്റ്റുകൾ ഇന്ന് ലോഞ്ച് ചെയ്യപ്പെടുന്ന ഒരു നല്ല ദിവസം കൂടിയാണിന്ന്. അപ്പോൾ ഇതിലേക്ക് ആയിട്ട് പ്രവർത്തിച്ച സ്വസ്തി ഫൗണ്ടേഷൻ്റെ എല്ലാ ഭാരവാഹികൾക്കും, പ്രത്യേകിച്ച് എവിച്ചേട്ടനും എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായിട്ട് എല്ലാ മംഗളങ്ങളും ഒരിക്കൽ കൂടി. ഇതിൻ്റെ ഒരു പ്രവർത്തനം തുടങ്ങിയിട്ട് ഒരു 6-7 മാസം മുമ്പാണ് ഡോക്ടർ MB പിള്ള സാറും അതുപോലെ ഡോക്ടർ മോഹൻ കുന്നുമേൽ, അദ്ദേഹം വൈസ് ചാൻസലറാണ്, നമ്മുടെ ട്രസ്റ്റിയാണ്. അപ്പോൾ ഒരു ടീം വർക്കാണിത്, എല്ലാവരുടെയും ഉണ്ടായിരുന്ന ഒരു ടീം വർക്കാണ്. നമുക്ക് ആദ്യമൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു, ഇതെല്ലാവരും അംഗീകരിക്കും, പ്രിവെൻറ്റീവ് ഓങ്കോളജി സമ്മിറ്റ് എന്ന് അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയമൊക്കെ നമുക്കുണ്ടായിരുന്നു. അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ സ്നേഹതാളം എന്ന പേരിൽ ക്യാൻസർ സ്ക്രീനിങ് നമ്മൾ തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് നടത്തി. നമ്മൾ 3 ലക്ഷം പേരുടെ ക്യാൻസർ സ്ക്രീനിങ്, ബ്രസ്റ്റ്, ഓറൽ, സെർവിക്കൽ സൗജന്യമായിട്ടാണ് ക്യാൻസർ സ്ക്രീനിങ് നടപ്പിലാക്കിയത്. അതെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഒരു സഹകരണത്തോടു കൂടി പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനോടു കൂടിയാണ് നടത്തിയത്. അത് തന്നെയാണ് നമ്മളിനി കണ്ടിന്യൂ ചെയ്യാനും പോകുന്നത്. നമ്മൾ ഈ ക്യാൻസർ ഇവിടെ ഇപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞ പോലെ ക്യാൻസർ എത്ര ശതമാനമാണ് നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നത്, കണ്ടുപിടിക്കാൻ കഴിയുന്നത് എപ്പോഴും എത്ര ശതമാനം? അല്ല, ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിരോധ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒരു ക്യാൻസറിൻ്റെ ഒരു 40% കുറയ്ക്കാൻ കഴിയും. മറ്റൊരു 30% വളരെ നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതിലൂടെ ക്യാൻസർ സർവൈവേഴ്സിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ സ്റ്റേജ് 1 ഡിറ്റക്റ്റ് ചെയ്യപ്പെടുന്ന ഒരാളുടെ സർവൈവൽ റേറ്റ് 90% മേലെയാണ്. അതേസമയം സ്റ്റേജ് 3 സ്റ്റേജ് 4 ഒക്കെ ആണെങ്കിൽ അത് വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ 2 ഭാഗമാണുള്ളത്. ഒന്ന്, നേരത്തെ കണ്ടുപിടിക്കുക, അതുവഴി അവരെ നേരത്തെ ചികിത്സിച്ച് അവരുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോകുക. 2, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതശൈലി കൊണ്ടും മറ്റും
ക്യാൻസർ വരാനുള്ള സാധ്യതകൾ റിസ്ക് ഫാക്ടേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ റിസ്ക് ഫാക്ടേഴ്സിനെ കുറയ്ക്കുക, അത് ഒബീസിറ്റി ആവാം, അതുപോലെ തന്നെ പുകവലിയാവാം, മദ്യപാനമാവാം, അങ്ങനെയുള്ള പല ജീവിതശൈലികളിലൂടെയും ക്യാൻസർ വരാനുള്ള സാധ്യതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആ റിസ്ക് ഫാക്ടേഴ്സിൻ്റെ റിഡക്ഷൻ കൂടി ഈ ക്യാമ്പയിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലും വലിയ വലിയ മാറ്റങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്യാൻസർ ചികിത്സാ രംഗത്തെയും വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഈ ക്യാൻസറിൻ്റെ ഭാഗമായി ഈ കോൺഫറൻസിൻ്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുകയും അതിനുള്ള സജ്ജീകരണങ്ങൾ എല്ലാ ജില്ലകളിലും എല്ലാ സംസ്ഥാനങ്ങളിലും എങ്ങനെ ഏർപ്പെടുത്താം എന്നുള്ളതും ഇതിൻ്റെ ഒരു ഔട്ട്കമാണ് ഈ ഒരു ഇതിൻ്റെ. നമ്മൾ ചെയ്യുന്ന സ്ക്രീനിങ് എല്ലാം ടോട്ടൽ ഫ്രീ ഓഫ് കോസ്റ്റാണ്. ഇതിനകത്തൊരു സാമ്പത്തികമായിട്ടുള്ളൊരു പ്രശ്നങ്ങളോ ഒന്നും വരുന്നില്ല. പലർക്കുമുള്ള സംശയം എന്ന് പറഞ്ഞാൽ ക്യാൻസർ തുടക്കത്തിൽ നമുക്ക് കണ്ടുപിടിക്കാനൊക്കത്തില്ല, പ്രിവെൻറ്റ് ചെയ്യാനൊക്കത്തില്ല. പക്ഷേ ഇപ്പം തന്നെ ഞങ്ങൾ തുടക്കത്തിൽ 3 തരം ക്യാൻസർ നമ്മൾ കണ്ടുപിടിക്കാമെന്ന് പറയുന്നല്ലേ. ബ്രസ്റ്റ്, ഓറൽ, സെർവിക്കൽ കണ്ടുപിടിക്കാൻ ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നുള്ള പറയാം, അതിന് ട്രീറ്റ് ചെയ്യാം, അത് ക്യൂറബിളാണ്. അപ്പോൾ അതൊക്കെ ജനങ്ങളിലേക്ക് ആദ്യം അവയർനെസ് എത്തിക്കുക, അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇതിന് നേരത്തെ ഡോക്ടർ ഇജോ പറഞ്ഞ പോലെ എല്ലാ വിഭാഗം ആളുകളുടെയും കൂടെ ഒരു സഹകരണം, ഇതൊരു വലിയൊരു മൂവ്മെൻറ്റാണ്, ഒരു വലിയ യുദ്ധത്തിലാണ് നമ്മൾ ക്യാൻസർ എന്ന് പറയുന്ന മഹാരോഗത്തിനെതിരെയുള്ള വലിയൊരു പടപ്പുറപ്പാടെന്ന് പറയാം ഇതിനകത്ത്. കാര്യം ഇനിയും നമ്മൾ ആ രീതിയിലേക്കാണ്. പിന്നെ ഇതിന് കോമൺ രജിസ്ട്രി, ആ കോമൺ രജിസ്ട്രി എന്ന് പറയുകയാണെങ്കിൽ ഈ സർക്കാർ 2018 അനൗൺസ് ചെയ്തതാണ്, ഇതുവരെ നടപ്പിലായിട്ടില്ല. കോമൺ രജിസ്ട്രി ഉണ്ടായാൽ മാത്രമേ ഒരു തിരുവനന്തപുരത്ത് ഏത് തരം ക്യാൻസറാണ്, അതിൽ തിരുവനന്തപുരത്ത് ഈ സിറ്റിയിൽ ഏത് തരം ക്യാൻസറാണ്, ഓരോ സ്ഥലത്ത് ഏത് തരം ക്യാൻസറാണ് കൂടുതൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. അപ്പം അതിന് എല്ലാ ഇതുപോലുള്ള സംഘടനകളുടെയും പതോളജി അസോസിയേഷൻ അടക്കം എല്ലാ അസോസിയേഷനുകളുടെയും സഹകരണത്തോടുകൂടി മാത്രമേ അത് നമുക്ക് ചെയ്യാൻ, അതിൻ്റെ ഒരു തുടക്കം കൂടെ നമ്മളിവിടെ കുറിക്കുന്നുണ്ട് നമ്മളിന്ന്. അതുപോലെ തന്നെ ഈ വിവിധ ഈ രോഗം വരാതിരിക്കാൻ എന്ത് ചെയ്യാം എന്നുള്ളതിലേക്ക് വിദ്യാർത്ഥികളിലടക്കം അതിൻ്റെ ഭാഗമായിട്ട് കിഡ്സ് സ്കാൻ എന്ന് പറയുന്നത് സ്കൂൾ കോളേജ് തലങ്ങളിൽ തന്നെ ക്യാൻസർ പ്രതിരോധത്തിന് ആവശ്യമായ ഒരു വോളണ്ടിയർ സംഘത്തെ രൂപീകരിക്കുകയും അവരിലൂടെ കുട്ടികളിലും അവരുടെ കുടുംബാംഗങ്ങളിലും ക്യാൻസറിനെ കുറിച്ചുള്ള അവയർനെസ് ക്രിയേറ്റ് ചെയ്യുകയും അതിൻ്റെ ഒപ്പം തന്നെ ക്യാൻസർ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്യുന്ന ഒരു വലിയ മൂവ്മെൻറ്റാണ് കിഡ്സ് സ്കാൻ എന്ന് പറയുന്നത്. അത് അതിൻ്റെ പൈലറ്റ് പ്രോജക്റ്റായിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ തുടങ്ങിയിരുന്നു. ഇന്നും ലോഞ്ച് ചെയ്യുന്നു. ഇന്ന് അതിൻ്റെ ലോഞ്ച് കൂടുതൽ സ്കൂളുകൾ, അതുപോലെ തന്നെ സ്പോർട്സ് കൗൺസിലുകൾ, സ്പോർട്സ് അതോറിറ്റി ഇവരെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യായാമം വർദ്ധിപ്പിക്കുന്നതിന്, ജീവിതശൈലിയിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഒബീസിറ്റി, അതുപോലെ തന്നെ വ്യായാമക്കുറവ് കൊണ്ടുണ്ടാകുന്ന ഇതെല്ലാം ക്യാൻസറിന് കാരണമായി വരുന്നു എന്നുള്ളത് കൊണ്ട് ഈ ജീവിതശൈലി രോഗങ്ങളിലെ അപ്രോച്ച് തന്നെ നമ്മൾ മാറ്റേണ്ട സ്ഥിതിയാണ്. അതായത് സ്കൂളുകളിലും കോളേജുകളിലും കമ്മ്യൂണിറ്റികളിലും റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റികളിലെല്ലാം സ്പോർട്സ്, അതുപോലെ തന്നെ ഗെയിംസ്, ഫിസിക്കൽ ആക്ടിവിറ്റി എല്ലാം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിരവധി പ്രോജക്റ്റുകൾ, നിരവധി പദ്ധതികൾ ഇതിൻ്റെ ഭാഗമായിട്ട് ലോഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം രാഷ്ട്രീയക്കാരുടെ മാറ്റത്തിന് വേണ്ടി നമുക്ക് തുടങ്ങാം അല്ലേ?